ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ഗുഡ്നസ് പ്രേക്ഷകരെ, നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ട് റേമയുടെ പുതിയ എപ്പിസോഡിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കാം. അമ്മ തിരുക്കുടുംബത്തിൻ്റെ നാഥയാണ്. ആ ഒരു കുടുംബത്തെ രൂപപ്പെടുത്തുവാൻ പരിശുദ്ധ അമ്മയുടെ ശക്തമായ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. കാനായിലെ കല്യാണ വിരുന്നിലും ആ കുടുംബത്തെ അപമാനഭാരത്തിൽ രക്ഷിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നുവെന്ന് യോഹന്നാൻ സുവിശേഷകൻ രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ കുടുംബങ്ങളിലും തകർച്ചകളിൽ, തകരുന്ന വേളകളിൽ, വേദനയിൽ, പ്രതിസന്ധിയിൽ പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം നമുക്ക് ആഗ്രഹിക്കാം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളെ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ പുതിയ എപ്പിസോഡിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹത്തോടെന്നെ ഉദരത്തിൽ വഹിച്ചവളല്ലോ, ത്യാഗത്തോടെന്നെ കരങ്ങളിൽ താങ്ങിയോളല്ലോ. നിൻ വേദനയിൽ, നിൻ സഹനത്തിൽ വിങ്ങി വിതുമ്പും നിൻ ഹൃദയക്കോണിൽ നിർമ്മല സ്നേഹത്തെളി നീരു നൽകാ. ഏതാ ഏതാ നിന്റെ അമ്മ, ഏതാ ഏതാ നിന്റെ അമ്മ. തിരുക്കുടുംബത്തിൻ നാഥയാണമ്മ, തിരുസഭയുടെ നാഥയാണമ്മ. നിത്യം പരിശുദ്ധ മറിയമാണമ്മ. ഏതാ ഏതാ നിന്റെ അമ്മ, ഏതാ ഏതാ നിന്റെ അമ്മ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ദൈവം നമുക്ക് നൽകുന്ന വലിയൊരു സഹായകയാണ് പരിശുദ്ധ അമ്മ. ദൈവം സ്ഥാപിച്ച വലിയൊരു സംവിധാനമായിരുന്നു കുടുംബം. ദൈവം സ്ഥാപിച്ചതുകൊണ്ട് തന്നെ ഈ കുടുംബത്തെ തകർക്കുവാൻ ആദിമ കാലഘട്ടം മുതലേ പിശാച് പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. ഈ പിശാചിനെ ഭയപ്പെടുത്തിക്കൊണ്ട് ദൈവം ഒരു സ്ത്രീയെ പരിചയപ്പെടുത്തുന്നുണ്ട്. നീയും സ്ത്രീയും തമ്മിലും, നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. ഈ സ്ത്രീ പരിശുദ്ധ കന്യകാമറിയമാണ്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലും പിന്നെ വെളിപാടിന്റെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിലും ഒക്കെ നമ്മൾ കാണുന്നത്. നമുക്ക് നമ്മുടെ കുടുംബം എന്ന സംവിധാനത്തെ അല്പവും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. ഈ പരിശുദ്ധ അമ്മയുടെ മഹനീയ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ. പരിശുദ്ധ അമ്മയും ഈശോയും നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും സംരക്ഷിതരാകും. എന്നാൽ ഇവരുടെ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിൽ കുറയുമ്പോൾ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബ പ്രാർത്ഥനകളൊക്കെ നഷ്ടപ്പെടുമ്പോൾ, നമ്മുടെ വിശ്വാസം ക്ഷയിക്കുമ്പോൾ, അലറുന്ന സിംഹത്തെ പോലെ നമ്മളെ വിഴുങ്ങുവാൻ വേണ്ടിയിട്ട് കടന്നു വരുന്ന ഒരു പിശാച് നമ്മുടെയൊക്കെ അതിരുകളിൽ ഒളിച്ചിരിപ്പുണ്ട്. അവൻ പല രീതിയിൽ നമ്മുടെ കുടുംബങ്ങളെ തകർക്കാൻ വരും. അത് പ്രധാനമായിട്ടും നമ്മുടെ അവിശ്വാസമാണ്. പിന്നെ അവിശ്വസ്തത, ലഹരികളുടെ ഉപയോഗം, പിന്നെ നമ്മുടെ കുടുംബങ്ങളുടെ തകർച്ച, സാമ്പത്തിക തകർച്ച, കടബാധ്യതകൾ, നമ്മുടെ മക്കളുടെ തെറ്റുകൾ, ഇവയെല്ലാം നമ്മുടെ കുടുംബത്തെ തകർത്തേക്കാം. ഈ സമയത്ത് ഞങ്ങൾ 4 വൈദികർ പ്രത്യേകമായിട്ട് നമ്മുടെ കുടുംബങ്ങളെ തകർക്കുന്ന തിന്മകളെക്കുറിച്ച് ഒന്ന് പ്രതിപാദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്ന വൈദികരെ ഒന്ന് പരിചയപ്പെടുത്താം. ഫാദർ ജസ്റ്റിൻ കപ്പലുമാക്കൽ, ഫാദർ ജോസ് തയ്യിൽ, ഫാദർ ആൽഫിൻ മണവാളൻ, ഫാദർ ജോസഫ് ഓണാട്ട്. കുടുംബത്തെ തകർക്കുന്ന തിന്മകളെക്കുറിച്ച് ചിന്തിക്കുമ്പം നമ്മൾ ആദ്യം ഒന്ന് ചിന്തിക്കേണ്ടത് ലഹരിയുടെ ഉപയോഗമാണ്. ഇന്ന് യുവാക്കളിൽ ലഹരി ഉപയോഗം വളരെ സാധാരണമാണ്. അത് ഡ്രഗ്സോ അങ്ങനത്തെ കാര്യങ്ങൾ. നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള മദ്യപാനത്തിലേക്ക് പോകാം. മദ്യപിക്കുന്ന ഒരപ്പന് ഒരിക്കലും മക്കളെ ഉപദേശിക്കാൻ പറ്റില്ല ഇത് പാടില്ല എന്നുള്ളത്. പക്ഷെ അവരറിയുന്നില്ല സ്വന്തം മക്കളെ വലിയൊരു തിന്മയിലേക്കാണ് നയിക്കുന്നതെന്നും.
മദ്യപാനം ഇന്ന് പല കുടുംബങ്ങളെയും തകർക്കുന്നുണ്ട്. ഒരു ഉദാഹരണം ഞാൻ കണ്ട ഒരു രോഗിയെ കുറിച്ച് പറയാം. അപ്പൻ നല്ലൊരു മദ്യപാനിയാണ്. നല്ല സമ്പന്നമായ ഒരു കുടുംബമാണ്. അവർക്ക് നല്ല വലിയ ബിസിനസ്സാണ്. അപ്പനൊരു മദ്യപാനിയാണ്. ഒറ്റ മകനേ ഉള്ളൂ. ആ മകന് അപ്പനാണ് ആദ്യത്തെ പെഗ് ഒഴിച്ചു കൊടുത്തത്. അത് 18-ാം വയസ്സ് അവന് തികഞ്ഞപ്പം അവൻ്റെ അപ്പൻ അവൻ്റെ മകന് ഒരു ചെറിയൊരു പെഗ് ഒഴിച്ചു കൊടുത്തു. അതാണ് അവൻ്റെ തുടക്കം. ഈ മകനെ ഞാൻ കാണുന്നത് 24 വയസ്സുള്ളപ്പോൾ അവൻ ആശുപത്രി വന്നു. 24 വയസ്സ്. അവൻ ഒരു ദിവസം രാത്രിയാണ് വരുന്നത്. കഠിനമായ വയറുവേദന മൂലമാണ് അവൻ വരുന്നത്. അന്വേഷിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത് അന്ന് രാവിലെ മുഴുവൻ തൊട്ട് അവൻ ഇരുന്ന് കുടിക്കുകയായിരുന്നു. ഭക്ഷണമൊന്നും കാര്യമായിട്ട് കഴിച്ചിട്ടില്ല. അപ്പം മദ്യം മാത്രമാണ് അകത്ത് ചെന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി വന്ന വയറുവേദനയാണ്. പിന്നീട് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലായി അവൻ്റെ പാൻക്രിയാസിന് ഇൻഫെക്ഷൻ പറ്റിയതാണിത്. അങ്ങനെ ചോദിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത് അപ്പനാണ് ആദ്യത്തെ പെഗ് ഒഴിച്ചു കൊടുത്തത് 18-ാം വയസ്സിൽ. ഇപ്പം 6 വർഷം, 18, 24, 6 വർഷമായി. അപ്പൻ ഏകദേശം 50 വയസ്സൊക്കെ ഉണ്ട്. അപ്പൻ 20-ാം വയസ്സിൽ മദ്യപിക്കാൻ തുടങ്ങിയതാണ്. അപ്പൻ 30 വർഷം കൊണ്ട് കഴിച്ചത് മകൻ 6 വർഷം കൊണ്ട് കഴിച്ചു. പിന്നീട് ആ മകന് ഈ പാൻക്രിയാസ് ഇൻഫെക്ഷൻ വന്നു. ആ പാൻക്രിയാസിന്റെ ഒരു ഭാഗം നശിഞ്ഞുപോയി. പിന്നീട് അത് റിമൂവ് ചെയ്യേണ്ട സ്ഥിതിയൊക്കെ വന്നു. ഞങ്ങൾ പിന്നെ അവനെ വേറെ ഒരു സ്ഥലത്തേക്ക് റെഫർ ചെയ്യേണ്ട വന്നു. അവൻ്റെ ജീവിതത്തിൽ തന്നെ വലിയൊരു ഇതാണ്. അപ്പം അപ്പൻ പറഞ്ഞൊരു കാര്യമുണ്ട്, മകൻ്റെ ഈ സ്ഥിതിക്ക് കാരണക്കാരൻ ഞാനാണ്. അപ്പം അത് അവൻ്റെ കുടുംബജീവിതത്തെ, ഇനി ഭാവി ജീവിതത്തെയൊക്കെ അത് തകർക്കുക. കാര്യം വിവാഹമൊന്നും ആയിട്ടില്ല, 24 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പം മദ്യപാനം എന്നുള്ളത് തകർക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് മക്കൾ അപ്പം വേറെ ലെവലിലേക്ക് പോയിട്ടുണ്ട്. ഇന്ന് മദ്യം മാത്രമല്ല മറ്റതിലേക്കൊക്കെ കടന്നിട്ടുണ്ട്. അപ്പം മദ്യം ഉപയോഗിക്കുന്ന ഒരു അപ്പനെ ഒരിക്കലും മക്കളെ ഉപദേശിക്കാൻ പറ്റില്ല ഇത്. പക്ഷെ അത് അവർ മനസ്സിലാക്കുന്നുമില്ല. ലഹരികളുടെ ഉപയോഗം എല്ലാം തന്നെ കുടുംബങ്ങളെ തകർക്കുന്നത് ലഹരിയുടെ ഉപയോഗം മാത്രമല്ല, മറിച്ച് അതിൻ്റെ സാമ്പത്തിക അടിത്തറകളെയും കൂടെ തകർക്കുകയാണ്. അതുമാത്രമല്ല, ലഹരിയുടെ ഉപയോഗം കൂടി കഴിയുമ്പോൾ ജീവിത പങ്കാളി മക്കളെയൊക്കെ ഉപേക്ഷിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ അവരെക്കുറിച്ചുള്ള ചിന്തകളില്ലാതെ പോലും ജീവിക്കാൻ ഇടയാകുന്ന ഒരു വലിയൊരു സാഹചര്യമാണ്. അപ്പം കുടുംബത്തെ ലഹരിയുടെ ഉപയോഗം ആ വ്യക്തിയുടെ ആരോഗ്യത്തെ തകർക്കുന്നു എന്ന് മാത്രമല്ല, ഒരു കുടുംബത്തിൻ്റെ ആ നിലനിൽപ്പിനെ തന്നെ വല്ലാണ്ട് അത് തകർത്ത് കളയുന്നുണ്ട്. ഇന്ന് മദ്യപാനം പുരുഷന്മാരിൽ മാത്രമല്ല, സ്ത്രീകളിലുമുണ്ട്, യുവതികളിലുണ്ട്, യുവാക്കളിലുണ്ട്, യുവതികളിലുമുണ്ട്. ഇൻഫെർട്ടിലിറ്റി കൂടി വരികയാണെന്ന് പറഞ്ഞു. ഇത് അതിനൊരു കാരണമാകാം. കാര്യം ഇന്ന് യുവതികൾ പാർട്ടി കൂടുമ്പോൾ ബിയർ സർവ്വസാധാരണമായി വന്നുകൊണ്ടിരിക്കുന്നു, മദ്യപിക്കുന്നു. ഞാൻ ധ്യാനം നയിക്കാൻ പോയപ്പോൾ ഞാൻ കണ്ട ഒരു പെൺകുട്ടിയുണ്ട്. അവൾക്ക് 24 വയസ്സുണ്ട്. അവൾ ജോലി IT മേഖലയിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ അവൾ ഈ ധ്യാനത്തിന് സഹായിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരു ദിവസം അവൾ വന്നില്ല. പിറ്റേ ദിവസം അവൾ വന്നപ്പം ഞാൻ ചോദിച്ചു, നീ എവിടെയായിരുന്നു ഇന്നലെ? അപ്പോൾ അവൾ പറഞ്ഞു, കസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് വരാൻ പറ്റിയില്ല. പക്ഷെ അവളുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. അപ്പം ഞാൻ ചോദിച്ചു, ആഘോഷം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, മദ്യപിച്ചു എന്ന്. അത് അവൾക്ക് അതിൽ നിന്ന് മോചനം കിട്ടുന്നില്ല. അവൾ കുറച്ച് കാലങ്ങളായിട്ട് മദ്യപിക്കും. അപ്പം അവരുടെ ഇടയിലുമുണ്ട്. അപ്പം അത് അവരെ ഈ ഇൻഫെർട്ടിലിറ്റി കാര്യങ്ങളിലേക്കൊക്കെ നയിക്കും. കാര്യം കൗണ്ട് കുറയും. അതുപോലെ തന്നെ സ്ത്രീകളിൽ പീരീഡ്സിനെ അത് എഫക്റ്റ് ചെയ്യും. അപ്പം അത് കുടുംബത്തെ വീണ്ടും തകർച്ചയിലേക്കാണല്ലോ കൊണ്ടുപോകുന്നത്. വിവാഹം അത് ഒരു ഫെയിലിയറിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഒക്കെയാണ്. അച്ഛൻ ഈ ലഹരിയെ കുറിച്ച് പറയാനുണ്ടായി. ലഹരിക്കുള്ളിൽ നമ്മൾ മദ്യപാനത്തെ കുറിച്ച് പറഞ്ഞു വെക്കുകയായിരുന്നു ഇത്രയും നേരം. എന്നെ ഈ ഇടയ്ക്ക് അത്ഭുതപ്പെടുത്തിയ ഒരു ലഹരിയുണ്ട്. നമ്മൾ സാധാരണ പിള്ളേരുടെ ഇടയിൽ കാണുന്ന ഒരു ലഹരി, അത് ഈ ഫോൺ അഡിക്ഷൻ എന്ന് വിളിക്കുന്നത്. ഫോൺ അഡിക്ഷൻ ഈ ഇടയ്ക്ക് പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ ഒരു വീട് സന്ദർശനമൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഭാര്യയ്ക്ക് ഭർത്താവിനെ കുറിച്ച് പറയാനുള്ള ഒരു പരാതി 24 മണിക്കൂറും ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. കേട്ടാൽ നമുക്കും രസകരമായിട്ട് തോന്നും, എന്നാൽ ഇതൊരു ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമാണ്. 24 മണിക്കൂറും ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് എടുത്ത് അങ്ങോട്ടും മാറ്റി വെക്കാനുള്ള സമയം പുള്ളിക്കില്ല. പക്ഷേ സോഫയിൽ, എന്നിട്ട് ആ പുള്ളിക്കാരി എന്നെ സോഫ കാണിച്ചു തന്നു. വിശ്വസിക്കാൻ നമുക്കും അല്പം ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ മനുഷ്യനിരിക്കുന്ന സോഫ ആ വശത്തേക്ക് ചെരിഞ്ഞിരിക്കുന്നത്, അവിടെ ഒരു ആള് ഏകദേശം കുറേ കാലമായിട്ട് ഇരിക്കുന്ന തരത്തിൽ ആ സോഫയുടെ ആ ഭാഗം ചെളി പിടിച്ച് അവിടെ ഒരു കുഴിഞ്ഞ്, അല്പം കുഴിഞ്ഞ് അതോടെ ഇരിപ്പുണ്ട്. അത്ഭുതപ്പെടുത്തിപ്പോയി. ബഹുമാനപ്പെട്ട തറയിൽ പിതാവ് ഇങ്ങനെയുള്ള കുടുംബങ്ങളിൽ ഉള്ള ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിങ്ങനെയാണ്, സൈബർ വിധവകൾ എന്നാണ് പറയുന്നത്. കാരണം സൈബർ ലോകത്ത് ഭർത്താക്കന്മാർ മരിച്ചു കിടക്കുകയാണ്, അവർ വിധവകളായിട്ട് തുടരുക. അതായത് ഈ ഭർത്താക്കന്മാർ ഭാര്യമാരുടെ കാര്യങ്ങളിൽ ഒന്നും ശ്രദ്ധിക്കാതെ
അവരുടെ വികാരങ്ങളിലേക്ക്, അവരുടെ കുടുംബജീവിതത്തിൻ്റെ ആവശ്യങ്ങളിലേക്കോ ബന്ധങ്ങളിലേക്കോ ഒന്നും കടക്കാതെ അവരൊരു സൈബർ ലോകത്ത് മാത്രം കഴിയുകയാണ്. എന്നിട്ട് പിതാവ് തന്നെ പറയുന്നത് ഇവര് മോശമായിട്ടുള്ളതൊന്നുമല്ല ഈ കമ്പ്യൂട്ടറിൽ കാണുന്നത്, മറിച്ച് ആഫ്രിക്കയിലുള്ള ഏതോ ഒരു ഒച്ചിൻ്റെ ജന്മത്തെക്കുറിച്ച് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. പിതാവ് വളരെ രസകരമായിട്ട് അത് അവതരിപ്പിക്കുന്നു. കാരണം ഇവർക്കിങ്ങനെ ഒരു ക്യൂരിയോസിറ്റി വന്നിട്ട്, പല കാര്യങ്ങൾ അറിയാൻ വേണ്ടിയുള്ള ഒരു ക്യൂരിയോസിറ്റി വന്നിട്ട് ആ ഒരു സൈബർ ലോകത്ത് ഇവര് അടിമകളായിട്ട് മാറി അവരുടെ ജീവിത പങ്കാളിയൊക്കെ വിധവകളായിട്ട് അല്ലെ മാറുന്നുണ്ട്. നമ്മൾ സാധാരണ ഇപ്പോൾ പറയും സൈബർ ലോകത്ത് ഈ പ്രശ്നം യുവജനങ്ങൾക്ക് മാത്രമല്ല, ഇപ്പൊ 60 വയസ്സ് കഴിഞ്ഞവർക്കും ഈ അഡിക്ഷൻ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. ഒത്തിരി പേര് ഇപ്പൊ അടുത്ത് മക്കളിരിക്കേണ്ടെന്ന് നോക്കാതെ ഉപയോഗിക്കുന്ന വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളും ഉണ്ട്. അപ്പൊ അതും വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കുന്നതാണ്. ഒപ്പം തന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ബൈബിളിൽ പറയുന്നുണ്ടല്ലോ, സാത്താൻ ഇങ്ങനെ ആരെ വിഴുങ്ങണമെന്ന് ഓർത്ത് ഇങ്ങനെ ചുറ്റി നടക്കുന്നു, അലറുന്ന സിംഹത്തെ പോലെ നടക്കുന്നു. അത് എനിക്ക് തോന്നുന്നു ഈ കുടുംബത്തിന്റെ തകർച്ച വളരെ നേരത്തെ തന്നെ സാത്താൻ ഉറപ്പാക്കണം. അതായത് കുട്ടികളൊക്കെ വളരെ ചെറുപ്പത്തിലെ തന്നെ അവരുടെ വിശുദ്ധി കളയുന്നു. അതിന് ഫലമായിട്ട് കുടുംബത്തിലോട്ട് പ്രവേശിക്കുന്നവരിൽ അതിന്റെ അപജയമുണ്ട്. ഇപ്പോൾ വൈദികരാകുവാണെങ്കിലും സമർപ്പിതരാകുകയാണെങ്കിലും ആ കുഞ്ഞുനാളിലെ നഷ്ടപ്പെടുത്തിയ ചില വിശുദ്ധിയുടെ മേഖലകളൊക്കെ അവർക്ക് ലഹരിയായിട്ടും മറ്റു കാര്യങ്ങളായിട്ടും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ കുഞ്ഞുനാളിൽ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. വിശുദ്ധിയുടെ മേഖലകൾ, ലഹരി ഉപയോഗത്തിന്റെ മേഖലകൾ. ഇപ്പം ഈ മദ്യത്തിന്റെ കാര്യം പറഞ്ഞാലും പണ്ടൊക്കെ പുരുഷന്മാർ മാത്രമേ നമ്മൾ കുറ്റപ്പെടുത്തിയിരുന്നുള്ളൂ, കുട്ടികൾ, ആൺകുട്ടികൾ. പക്ഷെ ഇപ്പോൾ പെൺകുട്ടികളും കോളേജ് നാളുകളിലൊക്കെ വെള്ളം പോലെ തന്നെ ഒരു കോമൺ ഡ്രിങ്ക് ആയിട്ട് ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞു. അപ്പൊ നമ്മളിത് പറയുമ്പോൾ നമ്മളിത് എത്തുന്നത് ആരിലേക്കാണെന്നതും വ്യക്തമല്ല. പക്ഷെ എത്തുന്ന കുട്ടികളും സ്ത്രീകളും, ഇപ്പൊ നമ്മുടെ ക്രിസ്ത്യൻ ഫാമിലിയിലാണ് അത് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്, അല്ലെ? നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്, കേൾക്കുന്നവരാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ ക്രിസ്ത്യൻ ഫാമിലിയിലാണ് കൂടുതലായിട്ട് ഈ മദ്യപാനത്തിന്റെ കാര്യങ്ങൾ വളരെ കോമൺ ആയിട്ട് വൽക്കരിച്ച് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ, നമ്മൾ ഈ ഇടയ്ക്ക് നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് ഈ വൈദികര്, സമർപ്പിതര് അവര് തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സഭ തകരുന്നു എന്നൊരു വാചകം. പക്ഷെ അതിലൂടെ അതൊരു സത്യമാണ്. എന്നിരുന്നാലും അതിനേക്കാളും വലിയൊരു യാഥാർത്ഥ്യത്തെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയാ സഭ തകരുന്നത് യഥാർത്ഥത്തിൽ എപ്പോഴാ? സഭയുടെ മൂലക്കല്ലെന്നോണം നമ്മൾ കരുതുന്ന ഗാർഹിക സഭ അവിടെ തകർക്കപ്പെടുമ്പോഴേ സഭ തകരാൻ തുടങ്ങി. അതുകൊണ്ടാണ് കുടുംബ വർഷമായിട്ട് മാർപ്പാപ്പ ആഘോഷിച്ചു. ഇതിനെല്ലാം ഈ കുടുംബത്തിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കാൻ വേണ്ടിയാ. സഭ തകരുന്നത് യഥാർത്ഥത്തിൽ ഒരു കുടുംബം തകർന്നു കഴിയുമ്പോൾ ഒരു സഭയുടെ ഒരു മൂലക്കല്ലിളകി സഭ തകരാൻ വേണ്ടി തുടങ്ങി. അത് അതിനേക്കാളും വലിയൊരു വീഴ്ചയാണ്. പക്ഷെ ഇത് പലപ്പോഴും വലിയ ഗൗരവത്തിൽ കാണാൻ സാധിക്കുന്നില്ല. സഭയുടെ തകർച്ച, സഭ തകരുന്ന മേഖലകള്, ഈ ലഹരികളൊക്കെ വന്നു കഴിയുമ്പം മറ്റൊരു തിന്മയിലേക്കും കൂടി ഇത് നയിക്കാറുണ്ട്, അവിശ്വസ്തത എന്നുള്ള വലിയ തിന്മയിലേക്ക്. കാരണം ലഹരിയുടെ ഉപയോഗം കൂടിക്കഴിയുമ്പം പലപ്പോഴും പലരും ഒക്കെ പങ്കുവച്ചിരിക്കുന്ന ഒരു കാര്യം, അച്ഛാ എൻ്റെ കുടുംബ ജീവിതത്തിൽ അവിശ്വസ്തത കടന്നു വന്നത് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് മദ്യപിച്ച് കഴിഞ്ഞപ്പോൾ. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ മദ്യപിച്ച സമയത്ത് എനിക്ക് തെറ്റായിട്ടുള്ളൊരു വികാരം തോന്നി, അങ്ങനെ ഞാൻ ചെയ്ത ഒരു തിന്മയാണ്. അതുകൊണ്ട് യുവജനങ്ങളൊക്കെ വന്ന് പങ്കുവെച്ച ഓർമ്മയുണ്ട്, ഈ ലഹരിയുടെ അടിമത്തത്തിലായിരുന്ന സമയത്ത് പോയി തെറ്റായിട്ടുള്ള ബന്ധങ്ങളിലേക്ക് വിവാഹത്തിന് മുൻപും പിൻപും ഒക്കെ പോയതിൻ്റെ ഒരു കഥ. അപ്പോൾ ഈ ഒരു അവിശ്വസ്തത മണവാളച്ചൻ പറഞ്ഞതുപോലെ കുഞ്ഞുനാൾ മുതലേ ആളുകളുടെ വിശുദ്ധി കളയാൻ വേണ്ടി പിശാച് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഈ വിശുദ്ധി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അത് ഒരു മനസാക്ഷിക്കുത്തായിട്ട് ഈ മനുഷ്യനിൽ അവശേഷിക്കുകയും ഇതൊരു മുറിവായിട്ട്, ആന്തരിക മുറിവായിട്ട് നിൽക്കുകയും പിന്നെ അത് പല തിന്മകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു താക്കോൽ ദ്വാരമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മളുടെ കുടുംബങ്ങളിലെ വിശ്വാസം ശക്തിപ്പെടണം, നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ ശക്തിപ്പെടണം. നമ്മൾക്കറിയാം, ജോബ് തൻ്റെ മക്കൾ ഏതെങ്കിലും വിരുന്നിനൊക്കെ പോയിട്ട് തിരികെ വന്നു കഴിയുമ്പം അവരെ ശുദ്ധീകരിച്ച് അവർക്ക് വേണ്ടിയിട്ട് ബലികൾ അർപ്പിച്ചിരുന്നു. അങ്ങനെ നമ്മുടെ കുടുംബങ്ങളിൽ വളർന്നു വരേണ്ട ഒരു ബലിയാണ് നമ്മുടെ കുടുംബ പ്രാർത്ഥന. മക്കളൊരു യാത്രയ്ക്കൊക്കെ പോയി തിരികെ വന്നു കഴിയുമ്പോൾ മാതാപിതാക്കൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും അവർ എന്തൊക്കെ മേഖലകളിലൊക്കെ ആയിരുന്നു എന്ന് അവരോട് ചോദിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമൊക്കെ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അവരവരുടെ തുറന്നു പറച്ചിലുകൾ ഇല്ല, ചോദിക്കാൻ പോലും മാതാപിതാക്കൾക്ക് മടിയാ, അല്ലെ ഭയമാണ്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ പിശാച് ഇങ്ങനെയുള്ള ഭയങ്ങളെയും മടികളെയൊക്കെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് അവരുടെ വഴി, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി എന്ന് മാതാപിതാക്കൾ ചിന്തിക്കാനും മക്കള്
നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത് എന്നൊക്കെ ചിന്തിക്കാനൊക്കെ തുടങ്ങി. അതിൻ്റെയൊക്കെ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ഒരുമിച്ചുള്ള സമയങ്ങൾ നമുക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ. മറ്റൊരു തിന്മ അച്ഛൻ പറഞ്ഞല്ലേ, ഈ അവിശ്വാസം. ഇന്ന് വളരെ കോമൺ ആയിട്ട് സെക്യുലറൈസേഷൻ, എല്ലാം ഒന്ന് സെക്യുലറൈസ് ചെയ്യുക. നമ്മൾ ഈശോ എന്ന മാറ്റി ദൈവം. അപ്പൊ അത് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് എല്ലാ മതങ്ങളും നമ്മൾ സ്നേഹിക്കണം, എന്തുകൊണ്ട് അവര് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് കൂടുതലും ഇന്റർ റിലീജിയസ് മാരേജസും ഒക്കെ കൂടുതൽ. അപ്പം കാര്യം ഇന്ന് യുവാക്കൾ ചിന്തിക്കുന്നത്, എനിക്ക് ചേരാൻ പറ്റുന്ന ഒരാളായിട്ട് ഞാൻ ചേരുന്നു, അതിന്റെ മതം എന്തിനാണ് അവിടെ നോക്കുന്നത്. അപ്പം ഈ ഒരു സെക്യുലറൈസേഷൻ എല്ലാ ഫീൽഡിലും കടന്നു വരുന്നുണ്ട്. അപ്പം ഈ സെക്യുലറൈസേഷൻ വരുമ്പോഴാണ് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പം എനിക്ക് സന്തോഷം വരുന്ന ഒരു കാര്യം ഞാൻ ചെയ്തു, ഞാനൊരു ഇച്ചിരി മദ്യപിച്ചു, അതുകൊണ്ട് ആർക്കും ഒരു ദോഷവും വരുന്നില്ലല്ലോ, എന്തുകൊണ്ട് ഞാൻ അത് ചെയ്താൽ എന്താണ് കുഴപ്പം. അപ്പൊ അങ്ങനെ ഒരു സെക്യുലറൈസേഷൻ എല്ലായിടത്തേക്കും കടന്നു വരുന്നുണ്ട്. അതും മറ്റൊരു തിന്മയായിട്ടാണ് വരുന്നത്, ഈ സെക്യുലറൈസ്. അപ്പൊ അവിടുന്നാണ് അവിശ്വാസം വരുന്നത്. പിന്നെ അത് ചെറിയ ലഹരി ഉപയോഗത്തിലേക്ക് പോകുന്നു. ഇനി ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ഞാൻ കുറച്ചു നേരം മൊബൈൽ ഫോൺ കാണുന്നതുകൊണ്ട് ആർക്കെന്താ നഷ്ടം? ഞാൻ ആരെയും ഉപദ്രവിക്കുന്നില്ലല്ലോ. പക്ഷേ ഈ മൊബൈൽ ഫോണിനെ ഇന്ന് നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് ഡിജിറ്റൽ ഹെറോയിൻ എന്ന് പറയുന്നത്. ഡിജിറ്റൽ ഹെറോയിൻ, സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഡിജിറ്റൽ ഹെറോയിൻ ആണത്. അത് കുടുംബ ബന്ധത്തെ തകർക്കുന്നുണ്ട്. അച്ഛൻ പറഞ്ഞ ഉദാഹരണം തന്നെ, പരസ്പരമുള്ള സംസാരമില്ല, ഒന്നുമില്ല. പക്ഷെ ഇത് നമ്മൾ അറിയുന്നില്ല, ഇതൊരു തിന്മയായി മാറിയിട്ടുണ്ടോന്ന്. അത് പിശാച് തന്നെ നമ്മളെ വലിയ തെറ്റല്ല എന്ന് തോന്നിക്കുന്ന സാധനം ചെറുതായിട്ട് ഇങ്ങനെ ഇട്ട് തരുന്നു, നമ്മൾ അതിലേക്ക് കടക്കുന്നു, പിന്നീട് അതൊരു വലിയ തെറ്റിലേക്ക് പോകുന്നു. ഞാൻ ഓർത്തു പോവുകയായിരുന്നു, ഈ ഒരു കാലയളവില് ഒരു വീട്ടിൽ സന്ദർശനത്തിനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പം ഭാര്യയും 2 മക്കളുമാണ്. മക്കൾ സ്കൂളിൽ പോകാൻ വേണ്ടി നിൽക്കുന്നു, ഭാര്യയുണ്ട്. അത് കഴിഞ്ഞിട്ട് കുടുംബത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഭർത്താവ് ജയിലിലാണെന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ഈ മക്കൾ തല താഴ്ത്തി നിൽക്കുകയാണ്. അപ്പൻ ഒരു കൊലപാതകം ചെയ്ത് ജയിലിലായേണ്ട ഒരു കഥ പറഞ്ഞു വെക്കാനുണ്ടായിരുന്ന ഒരു കുടുംബം. നമ്മുടെ കുടുംബത്തെ വഴിതെറ്റിക്കാൻ പറ്റുന്നത് കൂട്ടുകെട്ടുകൾക്ക് വഴിതെറ്റിക്കാൻ പറ്റുമെന്നുള്ളത് ആ ഒരു കാലയളവിൽ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുമായിരുന്നു. കാരണം ഈ അപ്പൻ്റെ സുഹൃത്തുക്കൾ ഇവർ പാവപ്പെട്ട ഒരു കുടുംബം. എന്നാൽ ഈ പുള്ളി നടന്നുകൊണ്ടിരുന്നത് വലിയ ധനികരുടെ കൂട്ടത്തിൽ, സമ്പത്തുള്ളവരുടെ കൂട്ടത്തിൽ, അധികാരമുള്ളവരുടെ കൂട്ടത്തിൽ, അവരുടെ കൂട്ടത്തിൽ നടന്ന് ഒടുവിൽ അവർ ചെയ്ത ഒരു കുറ്റം ഏറ്റെടുക്കുക ഈ മനുഷ്യന്റെ ശിരസിലായിപ്പോയി. ഈ മനുഷ്യന് മാത്രം ഊരി വരാൻ പറ്റിയില്ല. ബാക്കി എല്ലാവരും സുഖമായി അവരുടെ കുടുംബങ്ങളിൽ അവരായിരിക്കേണ്ട മേഖലയിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ മനുഷ്യന്റെ കുടുംബം തകർക്കപ്പെട്ട ഒരു കുടുംബമായി മാറി. കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ സഹായിക്കുന്നുണ്ട്, പണമായിട്ടൊരു സഹായം ഈ കുടുംബത്തിൽ എത്തുന്നുണ്ട്. പക്ഷെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കുടുംബ ജീവിതം, മക്കൾക്ക് ലഭിക്കേണ്ട ഒരു സ്നേഹമുണ്ടല്ലോ, ഒരു അപ്പനിൽ നിന്ന് ലഭിക്കേണ്ട സ്നേഹം, അത് തകർക്കപ്പെട്ടു. കൂട്ടുകെട്ടുകൾ, ഇന്നും പലരും ഈ മദ്യപാനം അല്ലെങ്കിൽ മറ്റ് തിന്മകളിലൊക്കെ വരുന്നത് ഈ കൂട്ടുകെട്ടുകളുടെ സ്വാധീനമുണ്ട്. കൂട്ടുകെട്ടുകൾ നന്നായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും, അതുകൊണ്ടാണ് ദേവാലയത്തോട് ചേർന്നൊരു ജീവിതം, കൂദാശകളോട് ചേർന്നൊരു ജീവിതം, അത് നൽകുന്നൊരു സാമൂഹിക വശമുണ്ട്. നമുക്ക് അവിടെ കിട്ടുന്നൊരു ബന്ധം, അവിടെ കിട്ടുന്ന ഒരു ആത്മീയ പരിപാലന, ഇതെല്ലാം നമ്മളെ നേർവഴിയിൽ നടത്താൻ വേണ്ടി ഒരുപാട് സഹായിക്കുന്ന. ഹെബ്രായ ലേഖനത്തില് ഒരു വചനമുണ്ട്, പാപത്തിനെതിരായുള്ള സമരത്തിൽ നിങ്ങൾക്ക് ഇതുവരെയും രക്തം ചൊരിയേണ്ട വന്നിട്ടില്ല എന്നൊരു വചനം. അതായത് നമ്മള് ഒരു ലഹരി, മറ്റു പാപങ്ങളോടൊക്കെ നോ പറയാൻ പറ്റണമെങ്കിൽ, അതിനോട് സമരം ചെയ്യാൻ പറ്റണം, സമരം ഉദ്ദേശിച്ചത് അതിനോട് ചെറുത്ത് നിൽക്കാൻ പറ്റണമെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ആത്മാവിന്റെ ഒരു ബലമാണ് വേണ്ടത്. നമ്മുടെ പിള്ളേർക്ക് കൂട്ടുകെട്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ, കൂട്ടുകെട്ടിന്റെ നടുവിൽ ഒരു 5 പേര് 10 പേരുള്ളതിന്റെ നടുവിൽ നമ്മുടെ കുട്ടികൾക്ക് നോ പറയാൻ പറ്റുന്നില്ല. കോംപ്രമൈസ് ചെയ്തു കൊടുക്കുകയാണ് പാപത്തോട്, ലഹരിയോട്, അല്ലെങ്കിൽ ഭൗതികത, മറ്റു കാര്യങ്ങളോടൊക്കെ ഇങ്ങനെ കോംപ്രമൈസ് ചെയ്ത് ഇറ്റ്സ് ഓക്കെ എന്നുള്ളൊരു മൈൻഡ് ഒത്തിരി വളർന്നു വരുന്നുണ്ട്. അത് സോഷ്യൽ മീഡിയയുടെ ഒരു വലിയൊരു ഇമ്പാക്റ്റ് ആണ്. ഇപ്പൊ ഈ വിഷ്വലൈസേഷൻ ആണല്ലോ കൂടുതൽ ഒരാളുടെ ബ്രെയിനിലേക്ക് കൂടുതൽ കേൾവിയേക്കാളും വിഷ്വലൈസേഷനാണ്, വിഷ്വലായിട്ട് കാണുന്ന കാര്യങ്ങൾ. സിനിമയിലാണെങ്കിലും മദ്യപാനം, വയലൻസ്, ഈ നാളുകളിൽ ഇറങ്ങിയ സിനിമകളിലൊക്കെ വയലൻസ് അതൊരു കോമൺ ഫാക്ടറായിട്ട് മാറി. പാട്ടിന്റെ ലിറിക്സ് നോക്കിയാൽ മതി, അപ്പനെ എതിർക്കണം, അമ്മയെ എതിർക്കണം, അതാണ് ആഘോഷകരമായ പാട്ടായി മാറുന്നുണ്ട്. അപ്പൊ അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ രക്തം കൊണ്ട് ജ്യൂസ് അടിച്ചു എന്നൊക്കെ പറയുന്ന പാട്ട്, അതായത് അത് കോമൺ ആയിട്ട് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ ഈ കാണുന്നത് ഒരുപാട് ഉള്ളിലേക്ക് കയറി അതെല്ലാം കോമൺ ആയി മാറി. അപ്പൊ അതിനോട് പിള്ളേർക്ക് കോംപ്രമൈസ് ചെയ്ത് കൊടുക്കുക. ഇത് ലോകത്തിന്റെ നിയമം എങ്ങനെയാണെന്ന് ചിന്തിച്ച് പറഞ്ഞു പോവാ. നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതും മാതാപിതാക്കളും നമ്മളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. ചില തിന്മകളോട്, ലഹരിയോട്, മറ്റു കാര്യം കോംപ്രമൈസ് ചെയ്യാതെ നമ്മുടെ വിശ്വാസത്തിൽ മുറുകെ പിടിക്കാൻ ഒരു ആത്മാവിന്റെ ബലം കിട്ടാൻ പാകത്തിന് പിള്ളേരെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. നമ്മളൊരു എതിർ സംസ്കാരത്തിന്റെ പ്രവാചകരായിട്ട് മാറണം. അതായത് ഇന്ന് വളർന്നു വരുന്ന ഒരു സംസ്കാരമാണ് നമ്മളുടെ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ പ്രചരിക്കുന്നത്.
അതിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ഒരു സംസ്കാരം രൂപപ്പെടുത്തണം. കാരണം ഞാൻ പാസ്റ്റർ മിനിസ്ട്രിക്ക് പോയ ഒരു ഇടവകയിലെ ഒരു ചെറിയൊരു കുട്ടികളുടെ കൂട്ടായ്മ അറിയാം. ഞാൻ തന്നെ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ച കാറ്റഗിസം കുട്ടികൾ അവിടെ നിന്ന് വളർന്ന് അത്യാവശ്യം നല്ല യുവജനങ്ങളായിട്ട് അവർ നിലനിൽക്കുകയാണ്. പക്ഷെ ഇവരുടെ രൂപപ്പെട്ട ഒരു നല്ലൊരു കൂട്ടായ്മയുണ്ട്. ഈ കൂട്ടായ്മ ആ ഇടവകയിലെ മറ്റു വളർന്നു വരുന്ന കുട്ടികൾ പോലും തിന്മയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു മതിൽക്കെട്ട് പോലെ നിൽക്കുക. ഈ ഒരു 5-6 പയ്യന്മാരും കുറച്ച് പെൺകുട്ടികളും കൂടിയ ഒരു കൂട്ടായ്മ, ഇവരുടെ ഇടയിൽ രൂപപ്പെട്ട ഒരു വലിയൊരു വിശ്വാസത്തിൻ്റെ ഒരു ബോധ്യം. അപ്പം ഇവർ കടന്നു വരുന്ന ഓരോ കുട്ടികളും, വളർന്നു വരുന്ന ഓരോ കുട്ടികളും +1 +2 പഠിച്ചു കഴിയുമ്പോൾ ഇവരായിത്തീരുന്ന ഈ ഒരു കൂട്ടായ്മയില്ല. അപ്പം നമ്മുടെയൊക്കെ യുവജന സംഘടനകൾ ശക്തിപ്പെടണം, നമ്മുടെ കുടുംബ കൂട്ടായ്മകൾ ശക്തിപ്പെടണം. അങ്ങനെ അതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്ന വൈദികരുണ്ടാകണം, സന്യസ്തരുണ്ടാകണം. അങ്ങനെ നമുക്ക് കുടുംബങ്ങളെ രക്ഷിക്കാനാവും. എനിക്ക് തോന്നുന്നു കുടുംബത്തെ തകർക്കുന്ന തിന്മകൾ എന്ന് പറയുമ്പം ഒരു തിന്മ കൂടി നമ്മൾ, അത് വലിയ ഒരു കുറവായിട്ട് നമുക്ക് കാണുന്നത്, പക്ഷെ അതൊരു തിന്മയാണ്, ധൂർത്ത് എന്നുള്ളത്. ഇന്ന് ആഡംബരം, ആഘോഷം വേണ്ട എന്നല്ല, ആവശ്യത്തിനുള്ളത്. പക്ഷെ ആഡംബരത്തിലേക്ക് കടക്കുമ്പം ഈ ആഡംബരത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് കാശുണ്ടാക്കാൻ വേണ്ടി ചിലപ്പോൾ ചെറിയ കള്ളത്തരങ്ങൾ ചെയ്യുന്നു. ഇപ്പം നമുക്കറിയാം, മലയാളിയുടെ ഒരു വലിയൊരു ഇതാണ് എളുപ്പത്തിൽ കാശുണ്ടാക്കുക, അല്ലെങ്കിൽ എളുപ്പത്തിൽ സമ്പന്നരാക്കാൻ. ഇപ്പം തട്ടിപ്പൊക്കെ നടക്കുന്നുണ്ടല്ലോ, ഉദാഹരണങ്ങളൊന്നും പറയണ്ട. അപ്പം ഈ ധൂർത്തും മനുഷ്യനെ തിന്മയിലേക്കാണ് നയിക്കുന്നത്. ധൂർത്തിന് വേണ്ടി ചിലപ്പോൾ കൂട്ടുകൂടും, പെട്ടെന്ന് കാശ, അപ്പം ധൂർത്ത് 2 കാറ് 3 കാറ് അങ്ങനത്തെ പല കാര്യങ്ങളും. അപ്പം ധൂർത്തും നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്, അതും ഒരു തിന്മയാണ്. തീർച്ചയായിട്ടും ആഘോഷങ്ങളിലൊക്കെ നമ്മൾ മദ്യപാനവും എല്ലാം കൊണ്ടുവരുന്നത് ഈ ഒരു ധൂർത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഏതായാലും നമ്മുടെ കുടുംബജീവിതത്തെ തകർക്കുന്ന ഒത്തിരി തിന്മകളെക്കുറിച്ചാണ് നമ്മളിന്ന് പ്രത്യേകമായിട്ട് ഒന്ന് പരിചിന്തനം ചെയ്ത്. ഇതിലെല്ലാം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സഭയോട് ചേർന്ന് നിൽക്കണം, ഇടവകയോട് ചേർന്ന് നിൽക്കണം, കുടുംബത്തോട് ചേർന്ന് നിൽക്കണം. ഇതിനെല്ലാം ബന്ധിപ്പിക്കുന്ന നമ്മുടെ വിശ്വാസം എന്നൊരു സ്ഥലമുണ്ടാകും. ഇതിനെല്ലാം നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധ അമ്മയുണ്ട്, ദൂതന്മാരുണ്ട്, ഇവരുടെ ശക്തമായ സംരക്ഷണമുണ്ട്. നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും, ഈ ഒരു റേമയുടെ പുതിയ എപ്പിസോഡിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളുടെയും കുടുംബങ്ങളെ പരിശുദ്ധ അമ്മയുടെയും പരിശുദ്ധ മാലാഖമാരുടെയും വലിയ സംരക്ഷണത്തിലും കാവലിലും ഫലമേൽപ്പിച്ചുകൊണ്ട് ഈശോ അവരുടെ കുടുംബത്തിൽ നായകനായി വാഴുവാൻ നമുക്കൊരു ഗാനത്തിന്റെ ഇരടികളോട് ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കന്യകമേരിയമ്മേ, കാവൽ മാലാഖമാരേ, നിത്യവും കാത്തിടണേ, കൂടെ നടന്നിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ. ആവേ മരിയ, ആവേ മരിയ, കന്യകമേരിയമ്മേ. 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 സ്വർഗമൊരുക്കിയ സ്വർണാലയമേ, സൃഷ്ടാവിന്നാലയമേ, പാലിക്കും ദൈവത്തെ പാലുട്ടിത്താരാട്ടു പാടിയ പുണ്യതായേ. സ്വർഗമൊരുക്കിയ സ്വർണാലയമേ, സൃഷ്ടാവിന്നാലയമേ, പാലിക്കും ദൈവത്തെ പാലുട്ടിത്താരാട്ടു പാടിയ പുണ്യതായേ. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. റേമയുടെ മറ്റൊരു എപ്പിസോഡുമായി അടുത്ത ആഴ്ച നമുക്ക് കാണാം. അതുവരെ എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ.